നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് എക്സാമിന് ഷുവറായിട്ടും 4 മാർക്കിന് ചോദിക്കുന്ന കുട്ടികൾ എപ്പോഴും ഡൗട്ട് പറയുന്നൊരു ടോപ്പിക് ഡൈവർജന്റ് എവല്യൂഷൻ ആൻഡ് കൺവർജന്റ് എവല്യൂഷൻ, അതുവഴി ഹോമലോഗസ് ഓർഗൻസ് അനലോഗസ് ഓർഗൻസ്. എന്തായാലും ഈ വരാൻ പോണ നീറ്റ് എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ഹോമലോഗസ് ആൻഡ് അനലോഗസ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഹോമലോഗസിന് നേരെ ഓപ്പോസിറ്റ് ആണ് അനലോഗസ്. സോ ഹോമലോഗസ് കിട്ടിയ കുട്ടിക്ക് ഷുവറായിട്ടും അനലോഗസ് പഠിക്കാൻ പറ്റും. സോ മക്കൾ ശ്രദ്ധിച്ചോ, എന്താണ് ഡൈവർജന്റ് എവല്യൂഷൻ, അതുവഴി ഹോമലോഗസ് ഓർഗൻസ്. മക്കൾ ഇവിടെ ശ്രദ്ധിക്കടാ, ഇതാണ് ഒരു ഹാബിറ്റാറ്റ് എന്ന് വിചാരിക്കാം. ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ് H0. ഈ ഹാബിറ്റാറ്റിൽ ഒരു ആൻസിസ്റ്റർ ജീവിച്ചിരുന്നു, ഒരു അച്ഛൻ ജീവിച്ചിരുന്നു. ഈ അച്ഛൻ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. സോ ഞാൻ അയാളുടെ മോർഫോളജി കൊടുക്കുന്നു M0, അനാറ്റമി കൊടുക്കുന്നു A0. അപ്പോൾ M0 മോർഫോളജിയും A0 അനാറ്റമിയുള്ള ഒരു പാരന്റ്, ഒരു ആൻസിസ്റ്റർ എവിടെ ജീവിച്ചിരുന്നു? H0യിൽ ജീവിച്ചിരുന്നു. അയാൾക്ക് 3 മക്കളായിരുന്നു വിചാരിക്കുക. ഈ മക്കളും ഈ അച്ഛൻ്റെ കൂടെ H0 ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് M0 മോർഫോളജിയും A0 അനാറ്റമിയാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞേ, M0 മോർഫോളജി A0 അനാറ്റമിയുള്ള ഒരു അച്ഛനും 3 മക്കളും H0യിൽ താമസിച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചുപോയിട്ട് കുറച്ച് കാലം, അച്ഛന് ക്യാൻസർ ആയിരുന്നു, അച്ഛൻ മരിച്ചുപോയി. മക്കളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഈ മക്കള് H0 എന്ന ഹാബിറ്റാറ്റിൽ ഇനി ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം ഉണ്ടായി. സോ ഈ മക്കൾ എന്തിന് തീരുമാനിച്ചു? മറ്റുള്ള ഹാബിറ്റാറ്റുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ ഞാൻ പേര് കൊടുക്കുന്നു H1, H2, H3. അങ്ങനെ H0യിൽ ജീവിച്ചിരുന്ന ഈ മക്കളും 3 ഡിഫറൻ്റ് ആയ ഹാബിറ്റാറ്റുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. മക്കൾ ആദ്യം മനസ്സിലാക്കുക, ഹാബിറ്റാറ്റ് മാറുമ്പോൾ ആദ്യം മാറേണ്ടത് ഇവിടെ മോർഫോളജിയാണ്, എന്നിട്ടാണ് അനാറ്റമി മാറുക. സോ ഹാബിറ്റാറ്റ് മാറി, അപ്പോൾ ആദ്യം എന്ത് മാറും? മോർഫോളജി മാറും. എന്തിനനുസരിച്ച്? അവരുടെ ഫംഗ്ഷൻ അനുസരിച്ച്, അവരെത്തിയ ഹാബിറ്റാറ്റ് അനുസരിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഏവിയൻ ഹാബിറ്റാറ്റ് എത്തിയ ഫംഗ്ഷൻ പറക്കലല്ലേ. സോ പറക്കാനുള്ള മോർഫോളജി വരണം. അക്വാഡിക് ഹാബിറ്റാറ്റിലേക്ക് പോയൊക്കെ നീന്തല്ലേ വേണ്ടത്. സോ അതിൻ്റെ മോർഫോളജി വരണം. സോ പല പല ഹാബിറ്റാറ്റിലേക്ക് പോകുമ്പോൾ എത്തിയ ഹാബിറ്റാറ്റ് അനുസരിച്ച് ഫംഗ്ഷൻ മാറുന്നത് കൊണ്ട് എത്തിയ ഹാബിറ്റാറ്റിന് ഫംഗ്ഷൻസ് എവിടെ? മോർഫോളജി ചേഞ്ച് ചെയ്യും. സോ ഒന്നാമത്തെ കുട്ടി എവിടെയാണ് ജീവിക്കുന്നത്? H1-ലല്ലേ ജീവിക്കുന്നത് ഇനി. സോ അയാളുടെ മോർഫോളജി എങ്ങനെ മാറും? M1. രണ്ടാമത്തെ ആൾ എങ്ങനെ മാറും? M2. മൂന്നാമത്തെ ആൾ എങ്ങനെ മാറും? M3. പക്ഷേ അനാറ്റമി ഇപ്പോൾ മാറി ഉണ്ടാവോ? ഇല്ല. സോ അനാറ്റമി ഇങ്ങനെ A0 അങ്ങനെ തന്നെ ആയിരിക്കൂല മക്കളെ. സോ ഇവിടെ എന്ത് മാറി? മോർഫോളജി മാറി, അനാറ്റമി മാറിയിട്ടില്ല. നിങ്ങൾ ആലോചിക്കും മക്കളെ, പണ്ട് ഇവരെല്ലാവരും ഒരേ ഹാബിറ്റാറ്റിൽ ജീവിച്ചിരുന്നേ. രണ്ടാളുകൾ സിമിലർ ആണോ ഡിസിമിലർ ആണോ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? മോർഫോളജിയിൽ ചെക്ക് ചെയ്യുക. സോ പണ്ട് ഇവരുടെ മോർഫോളജി ഒരുപോലെയായിരുന്നു. സോ ഞാൻ പറയും ഈ രണ്ടാൾക്കാരും എന്തായിരുന്നു? സിമിലർ ഓർഗാനിസംസ് ആയിരുന്നു, അല്ലേ? ഈ എല്ലാവരും ഈ 3 മക്കൾ പണ്ട് ആരായിരുന്നു? സിമിലർ ഓർഗാനിസംസ് ആയിരുന്നു. കാരണം എന്താ? അവരുടെ മോർഫോളജി ഒരുപോലെയായിരുന്നു. എന്നാൽ ഇന്നിവിടെ മോർഫോളജി ഡിഫറെന്റ് അല്ലേ. സോ അവരെന്തായി മാറി? നമുക്ക് പറയാം ഡിസിമിലർ ആയി മാറി എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിമിലർ ഓർഗാനിസംസ് ബിക്കം ഡിസിമിലർ. സിമിലർ ഓർഗാനിസംസ് ബിക്കം ഡിസിമിലർ ഡ്യൂ ടു മൈഗ്രേറ്റിംഗ് ഫ്രം സിംഗിൾ ഹാബിറ്റാറ്റ് ഇൻ ടു ഡിഫറെന്റ് ഹാബിറ്റാറ്റ്സ്. ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്താൽ അവർക്ക് എന്തുണ്ടാവും? അവിടെ ഓർഗൻസിൽ ചേഞ്ച് വരൂലേ? എങ്ങനെ ചേഞ്ച് വരും മക്കളെ? പറ. അവർക്കൊക്കെ എന്ത് സെയിമാ? ഇപ്പോഴും അവരുടെ അനാറ്റമി ഇപ്പോഴും സെയിം ആണ്, അല്ലേ? അനാറ്റമി സെയിം ആണ്. എന്നാൽ അവിടെ എന്ത് ഡിഫറെൻ്റ് ആണ്? അവരുടെ മോർഫോളജി ഡിഫറെൻ്റ് ആണ്. എന്തുകൊണ്ട് ഡിഫറെൻറ്റ് മോർഫോളജി? നമ്മൾ പറയുന്നു ഡിഫറെൻറ്റ് മോർഫോളജി കാരണം ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ? ഡിഫറെൻറ്റ് ഫംഗ്ഷന് കാരണം ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ചെയ്യാൻ ഡിഫറെൻറ്റ് മോർഫോളജിയാണ് അവർക്ക് ഉണ്ടാവുക. പക്ഷേ ഇവിടെ എന്ത് സെയിം ആയിരിക്കും? അനാറ്റമി സെയിം ആയിരിക്കും. സെയിം അനാറ്റമി ഈസ് ഡ്യൂ ടു കോമൺ ആൻസെസ്ട്രി. സെയിം അനാറ്റമി ഈസ് ഡ്യൂ ടു കോമൺ ആൻസെസ്ട്രി. അവിടെ അച്ഛൻ്റെ അനാറ്റമിയാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത്, അല്ലേ? അച്ഛൻ്റെ മോർഫോളജിയും ആയിരുന്നു പണ്ട്, പക്ഷെ അത് ഹാബിറ്റാറ്റ് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയി. റെഡി അല്ലേ? അങ്ങനെ സെയിം അനാറ്റമിയും ഡിഫറെൻറ്റ് മോർഫോളജിയുമുള്ള, മോർഫോളജി എന്ന് പറയേണ്ട, നമ്മൾ നേരെ എന്ത് പറഞ്ഞാൽ മതി? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മതി. കാരണം കൺവെർജന്റിൽ വരുമ്പോൾ മോർഫോളജി എന്ന് പറയുമ്പോൾ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. സോ സെയിം അനാറ്റമിയും ഡിഫറെൻറ്റ് ഫംഗ്ഷനോട് കൂടിയ ചില ഓർഗൻസ് ഉണ്ടായി വരും. സച്ച് ഓർഗൻസ് ആർ കോൾഡ് ഹോമലോഗസ് ഓർഗൻസ്. എന്താണ് വിളിക്കുക? ഹോമലോഗസ് ഓർഗൻസ്. ഇവിടെ സംഭവിച്ച എവല്യൂഷന് പേര് ഡൈവേർജന്റ് എവല്യൂഷൻ. എന്താ മക്കളെ ഡൈവേർജന്റ് എവല്യൂഷൻ? സിമിലർ ഓർഗാനിസംസ് ബിക്കം ഡിസിമിലർ ഡ്യൂ ടു മൈഗ്രേറ്റിംഗ് ഫ്രം സിംഗിൾ ഹാബിറ്റാറ്റ് ഇൻ ടു ഡിഫറെന്റ് ഹാബിറ്റാറ്റ്സ്. Organs derived is called homologous organs. This phenomenon is called homology. This phenomenon is called homology. What are the homologous organs? Organs with the same anatomy but different functions. Same anatomy is due to common ancestry. Different functions due to different habitats. Such a formation of homologous organs by divergent evolution is called homology. Got it? ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിവിടെ ബോർഡിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, മക്കൾ ശ്രദ്ധിച്ചോ. നോക്കിയേ, ഇതാണ് ഡൈവർജന്റ് എവല്യൂഷൻ. എന്താ ഡൈവർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സിമിലർ ഓർഗാനിസംസ് ബിക്കം ഡിസിമിലർ ഡ്യൂ ടു മൈഗ്രേറ്റിംഗ് ഫ്രം സിംഗിൾ ഹാബിറ്റാറ്റ് ഇൻ ടു ഡിഫറെന്റ് ഹാബിറ്റാറ്റ്. Organs derived is called homologous organs. Homologous organs have same anatomy but different functions.
എക്സാമ്പിൾസ് ഏതൊക്കെ നോക്കടാ? 4 limbs ഓഫ് മാൻ, ബാഡ്, ചീറ്റ ആൻഡ് വെയിൽ. ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ആണ്. മാൻ, ബാഡ്, ചിറ്റ, വെയിൽ ഇവരൊക്കെ ഡിഫറെന്റ് ഹാബിറ്റാണ് ജീവിക്കുന്ന ആളുകളാണ്. സോ ഇവർക്കൊക്കെ ഡിഫറെന്റ് ഫംഗ്ഷനാണ് ചെയ്യേണ്ടത്. സോ ഇവിടെയൊക്കെ മോർഫോളജി ഡിഫറെന്റ് ആണ്. വെയിൽ അക്വാറ്റിക് ഹാബിറ്റ് അല്ല. സോ മൂപ്പർക്ക് സ്വിമ്മിംഗ് ആണ് ഫംഗ്ഷൻ. സോ മൂപ്പരുടെ മോർഫോളജി, കൈൻ്റെ മോർഫോളജി സ്വിമ്മിംഗ് തരത്തിൽ ഫ്ലിപ്പറാണ്. ചീറ്റ കാട്ടിലാണ് ജീവിക്കുന്നത്. സോ മൂപ്പർക്ക് റണ്ണിംഗ് ആണ് ഫംഗ്ഷൻ. സോ മൂപ്പരുടെ കൈയും കൂടെ കാലിൻ്റെ ഡിസൈനാണ്. മോർഫോളജി അങ്ങനെ വന്നു. ബാഡ് ഏവിയൻ ഹാബിറ്റാറ്റിൽ ആകാശത. സോ മൂപ്പർക്ക് ഫ്ലൈയിങ് ആണ് ഫംഗ്ഷൻ. ഫ്ലൈ ചെയ്യണമെങ്കിൽ മോർഫോളജി ഒരു വിങ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കണം. മാൻ നമ്മൾ ഇതുപോലെ നാട്ടിലേക്ക് വെറുതെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. സോ മാൻ്റെ ഫംഗ്ഷൻ അതിനനുസരിച്ച്. സോ നമ്മുടെ കൈ ഇത്തരത്തിൽ. അപ്പോൾ ഇവരൊക്കെ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിലായതുകൊണ്ട് ഇവർക്കൊക്കെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവരുടെയൊക്കെ 4 ലിംബിന് ഡിഫറെൻറ്റ് മോർഫോളജിയാണ്. പക്ഷേ അനാറ്റമി സെയിം. എന്തുകൊണ്ട്? കോമൺ ആൻസിസ്ട്രി. എങ്ങനെ സെയിം ആണ്? ഇവർക്ക് എല്ലാവർക്കും കയ്യിൽ 30 അല്ല. ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റകാർപ്പൽസ്, ഫെലാഞ്ചസ് എല്ലാവരുടെയും അനാറ്റമി സെയിം ആണ്. ഇസ് ഡ്യൂ ടു കോമൺ ആൻസിസ്ട്രി. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? ഇവരെല്ലാവരും ഒരേ ആൻസിസ്റ്ററിൽ നിന്നുണ്ടായവരാണ്. അപ്പോൾ പണ്ട് ഏതോ ഒരു ആൻസിസ്റ്റർ ഉള്ളായിരുന്നു. അവർ ഏതോ ഒരു ഹാബിറ്റാറ്റിൽ ഏതോ ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന ആളുകളായിരുന്നു. ഇവരുടെ മക്കളൊക്കെ പല 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 ഹാബിറ്റാറ്റിലേക്ക് പോയപ്പോൾ ഈ എത്തിയ ഹാബിറ്റാറ്റിലെ ഫംഗ്ഷൻസ് ഇവർക്ക് മോർഫോളജി മാറിയതാണ്. സോ അതാണ് ഹോമലോഗസ് ഓർഗൻസിനെ നമ്മൾ എവിഡൻസ് ഫോർ എവല്യൂഷനായിട്ട് പരിഗണിക്കാനുള്ള കാരണം. അടുത്ത എക്സാമ്പിൾ ആണ് ബ്രെയിൻ ആൻഡ് ഹാർട്ട് ഓഫ് വെർട്ടിബ്രേറ്റ്സ്, തോൺസ് ഇൻ ബൊഗെയിൻവില്ല ആൻഡ് ടെൻഡ്രിൽസ് ഇൻ കുക്കുർബിറ്റ. വെർട്ടിബ്രേറ്റുകാരുടെ ബ്രെയിൻ, ഹാർട്ട്. ബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിലെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് വെർട്ടിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇവരുടെയൊക്കെ ബ്രെയിൻ, ഹാർട്ട് ചെക്ക് ചെയ്യാം. ബ്രെയിൻ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന ഫിഷ്, ആംഫീബിയൻ, റെപ്റ്റൈൽ, ബേർഡ്, മാമൽ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് മോർഫോളജിയാണ് ബ്രെയിൻ വരിക. പക്ഷേ അനാറ്റമി സെയിമാണ്. എല്ലാവരുടെയും ബ്രെയിൻ ഉണ്ടാക്കിയത് ന്യൂറോൺസ് കൊണ്ടാണ്. ഹാർട്ട് നോക്കിയാൽ 2 ചേമ്പർഡ് ഹാർട്ട്, 3 ചേമ്പർഡ് ഹാർട്ട്, 4 ചേമ്പർഡ് ഹാർട്ട് ഡിഫറെൻറ്റ് മോർഫോളജിയിലുള്ള ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന സിംഗിൾ സർക്കുലേഷൻ, ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ, ഡബിൾ സർക്കുലേഷൻ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന ഹാർട്ട് കാണാൻ പറ്റും. പക്ഷേ എല്ലാവരുടെയും ഹാർട്ടിന് അനാറ്റമി സെയിം ആണ്. എല്ലാവരുടെയും ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാർഡിയാക് മസിൽസ് കൊണ്ടാണ്. ഗോട്ട് ഇറ്റ്? തോൺസ് ആൻഡ് ടെൻഡ്രിൽസ്. തോണിൻ്റെ പ്രത്യേകത അത് പോയിന്റഡ് ആണ്, ടെൻഡ്രിൽ സ്പൈറൽ ആണ്. ഡിഫറെൻറ്റ് മോർഫോളജി. എന്തുകൊണ്ട്? ഡിഫറെൻറ്റ് ഫംഗ്ഷൻ. ഒരാൾക്ക് പ്രൊട്ടക്ഷൻ, ഒരാൾക്ക് ക്ലൈംബിംഗ് ആൻഡ് സപ്പോർട്ട്. എന്തുകൊണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ? ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റ്. ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ചെയ്യാൻ ഡിഫറെൻറ്റ് മോർഫോളജി. പക്ഷേ അനാറ്റമി സെയിം. എന്തുകൊണ്ട്? രണ്ടാളും സ്റ്റെം മോഡിഫിക്കേഷനാണ്. സോ ആൻസിസ്റ്റർ സെയിം ആണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡൈവർജന്റ് എവല്യൂഷൻ. അതുവഴി ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് പറ കൺവെർജന്റ് എവല്യൂഷൻ. അപ്പം എൻ്റെ മക്കൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യടാ, എങ്ങനെയായിരിക്കും കൺവെർജന്റ്? സിമിലർ സെയിം ഹാബിറ്റാറ്റിൽ നിന്ന് ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിലേക്ക് പോകുന്നത് ഡൈവർജന്റ് ആണെങ്കിൽ, ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിൽ നിന്ന് സെയിം ഹാബിറ്റാറ്റിലേക്ക് വരുന്നതായിരിക്കും കൺവെർജന്റ്. സോ അതിൽ അനലോഗസ് ഓർഗൻസ് എങ്ങനെയായിരിക്കും, അതിന്റെ ഫീച്ചർ എങ്ങനെയായിരിക്കും, അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? മക്കളെ NCERT നോക്കുക. എന്നിട്ട് കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. ടാറ്റ ബൈ.